വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം നിലപാട് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈനിക സമ്മർദ്ദത്തിനൊപ്പം ഇറാനുമായി നയതന്ത്ര ചർച്ചകളും തുടരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. നെതന്യാഹുവുമായി 3 മണിക്കൂർ നീണ്ട ചർച്ചയാണ് നടന്നത്. സൈനിക നടപടിയേക്കാൾ ഇറാനുമായി ആണവ കരാറിലെത്താനാണ് താൻ ശ്രമിക്കുന്നത് എന്ന് നെതന്യാഹുവിനെ ട്രംപ് അറിയിച്ചു. എന്നാൽ ഇറാനുമായി നയതന്ത്ര പ്രശ്ന പരിഹാരം സാധ്യമല്ലെന്ന നിലപാടാണ് വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയിൽ നെതന്യാഹു വ്യക്തമാക്കിയത്. ആണവ കരാർ നടപ്പായില്ലെങ്കിൽ ഇറാനെതിരായ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് ട്രംപ് നെതന്യാഹുവിന് ഉറപ്പ് നൽകിയത്. ഇത് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനുമായി കരാർ സാധ്യമായില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കാണേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തി 13 മാസം പിന്നിടുന്നതിനിടെ ഇത് 7ാം തവണയാണ് നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടക്കുന്നത്. പശ്ചിമേഷ്യയിൽ ശക്തമായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒമാനിൽ ഇറാനുമായി US ചർച്ച നടത്തിയിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ മാത്രമല്ല മിസൈലുകളും അനുവദിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ട്രംപ് ഒരു യുദ്ധക്കപ്പൽ കൂടി പശ്ചിമേഷ്യയിലേക്ക് അയക്കുകയാണെന്നും അറിയിച്ചിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിക്ക് അന്ത്യം കുറിക്കുക, ബാലിസ്റ്റിക് മിസൈലുകൾ നിയന്ത്രിക്കുക, ഹമാസ്, ഹിസ്ബുള്ള പോലുള്ള വിഭാഗങ്ങൾക്ക് നൽകുന്ന പിന്തുണ വിലക്കുക എന്നീ ആവശ്യങ്ങളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയെ അറിയിച്ചത്. ഇസ്രായേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ കൃത്യമായി ട്രംപിന് മുമ്പാകെ അവതരിപ്പിച്ചുവെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. എബ്രഹാം ലിങ്കണ് പുറമെ മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി ഗൾഫിലേക്ക് അയക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നതായി പെന്റഗൺ വൃത്തങ്ങൾ അറിയിച്ചു. 2025 ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ മിഡ് നൈറ്റ് ഹാമർ ആക്രമണത്തെ അദ്ദേഹം ഇതിനായി ഓർമ്മിപ്പിച്ചു. ഇറാൻ ഇത്തവണ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറുമെന്ന് കരുതുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളോടും പരിക്കേറ്റവരോടും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ക്ഷമാപണം നടത്തി. 1979 ഇസ്ലാമിക വിപ്ലവത്തിന്റെ 47ാം വാർഷിക വേളയിൽ തലസ്ഥാനമായ ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ നടന്ന ചടങ്ങിലായിരുന്നു ക്ഷമ ചോദിക്കൽ. എന്നാൽ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ കുപ്രചാരമാണെന്നും അദ്ദേഹം ആരോപിച്ചു. സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആഘോഷങ്ങൾക്കിടയിലും രാത്രികാലങ്ങളിൽ ടെഹ്റാനിലെ വീടുകളിൽ നിന്ന് ഏകാധിപതി തൊലയട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടുതൽ യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് അയക്കുമെന്ന ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇറാൻ കടുത്ത സമ്മർദ്ദത്തിലാണ്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെ കടുത്ത സമ്മർദ്ദതന്ത്രമാണ് ട്രംപ് പയറ്റുന്നത്. നിലവിൽ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ മേഖലയിലുണ്ട്. ഇതിന് പുറമെയാണ് രണ്ടാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി മധ്യേഷ്യയിലേക്ക് അയക്കാൻ ആലോചിക്കുന്നത് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്നും മിസൈൽ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കുമെന്നും ഉറപ്പാക്കുന്ന കരാറുണ്ടാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ഇതിന് തയ്യാറായില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. US പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കുഷ്ണറും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി മസ്കറ്റിൽ വെച്ച് കഴിഞ്ഞയാഴ്ചയാണ് അനൌദ്യോഗിക ചർച്ച നടത്തിയത്. ഒമാനും ഈജിപ്തുമാണ് ഇതിനായി പ്രയത്നിച്ചതും വേണ്ട നടപടികൾ കൈക്കൊണ്ടതും. 12 ദിവസത്തെ യുദ്ധത്തിനു ശേഷം ആദ്യമായാണ് ഇറാൻ US ചർച്ചകൾക്ക് കളമൊരുങ്ങിയത്. ആദ്യഘട്ട ചർച്ചകൾ തൃപ്തികരമായിരുന്നുവെന്നും അടുത്ത ഘട്ടം വൈകാതെ ഉണ്ടാകുമെന്നുമാണ് ഇരുപക്ഷവും പ്രതികരിച്ചത്. ഇസ്താംബൂളാകും ചർച്ചയ്ക്ക് വേദിയാകുക എന്നായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും ഒമാൻ മതിയെന്നും ആണവ കാര്യം അല്ലാതെ മറ്റൊന്നും ചർച്ച ചെയ്യില്ലെന്നും ഇറാൻ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇറാന്റെ മിസൈൽ പദ്ധതികൾ, ഗറില്ല ഗ്രൂപ്പുകളുമായുള്ള സായുധ സാമ്പത്തിക ബന്ധങ്ങൾ തുടങ്ങിയ ചർച്ച ചെയ്യണമെന്നായിരുന്നു US വാദിച്ചത്. ഇതാണ് ഇറാൻ തുടക്കത്തിലെ തള്ളിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.